നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 542 442. ഓം ഗം ഗണപതയേ നമ. ഓം ശം സരസ്വതി സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 542. 32 സർഗം കൃഷ്ണനെ കാണാത്ത പരിഭ്രമം എന്നുള്ളതിൽ അവസാനത്തെ ശ്ലോകം നമ്പർ 22. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. നമിച്ചിടുന്നേൻ അവിടേക്കു ഞങ്ങൾ മഹാമതേ ലോകപവിത്ര കീർത്തേ, നൽകേണം അമ്മട്ടൊരു ഭാവലേശ ലക്ഷാംശമമ്പേന്തി അനുഗ്രഹത്താൽ എന്ന് പറഞ്ഞിട്ട് നിർത്തി. ഇനി നമ്മൾക്ക് 32 സർഗം ഭഗവാൻ ഗോപീഗൃഹങ്ങളിലേക്ക്. ഒന്നാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. എമ്മട്ടിലോ ഗോപികളമ്മയോട് ചോദിച്ചരനുജ്ഞ വാങ്ങി, ഉത്സാഹമുൾത്തെങ്ങിടും ഉണ്ണിയെ ചെന്നൊക്കെ തെടുത്തമ്പാടിയിടറങ്ങി അമ്പോട് ഉത്സാഹമുൾത്തെങ്ങിടും ഉണ്ണിയെ ചെന്നൊക്കെ തെടുത്ത് അമ്പോട് ഇറങ്ങി വേഗം. ഞങ്ങൾ വീട്ടിലൊന്ന് കൊണ്ടുപോയിട്ട് ഇപ്പം കൊണ്ടുവരാട്ടോ. ഇതാണ് ഉണ്ടായത്. എമ്മട്ടിലോ ഏതൊക്കെ തരത്തിൽ പറഞ്ഞിട്ടാണ് യശോദാമ്മ സമ്മതിച്ചത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എമ്മട്ടിലോ ഗോപികളമ്മയോട് ചോദിച്ചരനുജ്ഞ വാങ്ങി, ഉത്സാഹമുൾത്തെങ്ങിടും ഉണ്ണിയെ ചെന്ന് ഒക്കത്തെടുത്ത് അമ്പോടിറങ്ങി വേഗം. അല്ലേ? പാലാഴിയാർന്നങ്ങനെ പള്ളി കൊള്ളുവോൻ കൊതിച്ചു ഗോപീ നിലയങ്ങൾ കാൺമാൻ, ഇറങ്ങിനാൻ പൊന്തളയും കിലുക്കി നടന്നിടാൻ കൗതുകമുറ്റ പോലെ. അവരുടെ അടുത്തുള്ളൊരു ഗോപസ്ഥരുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ കിഴിഞ്ഞിറങ്ങി. എന്തിനാ? പാലാഴിയാർന്നങ്ങനെ പള്ളി കൊള്ളുവോൻ. പാലാഴിയിൽ അനന്തൻ്റെ മെത്തമേൽ പള്ളി കൊള്ളുന്ന സാക്ഷാൽ ശ്രീഹരി ബാലഭാവത്തെ പൂണ്ട് ഇവിടെ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കുട്ടിക്കിപ്പോൾ ഒരു 4-5 വയസ്സ്, അതെ 4-5 വയസ്സായി എന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ പള്ളി കൊള്ളുവാൻ കൊതിച്ചു ഗോപീ നിലയങ്ങൾ കാണാൻ, തൻ്റെ സന്തത സഹചാരികളായിട്ട് തൻ്റെ അവരവരുടെ മനോമുഖരത്തിൽ വെച്ച് ആരാധിക്കുന്ന ഗോപസ്ത്രീകളെ അനുഗ്രഹിക്കാൻ വേണ്ടി എന്നർത്ഥം പറയാം. ഇറങ്ങിനാൻ പൊൻ തളയും കിലുക്കി, അവരുടെ ഒക്കത്തിൽ നിന്ന് ഇറങ്ങി തൻ്റെ വളയും തളയും കിലുക്കി നടന്നിടാൻ കൗതുകമുറ്റ പോലെ. എനിക്ക് നടക്കാനാണ് ഇഷ്ടം, നിങ്ങൾ എന്നെ വാരി വലിച്ചെടുക്കണ്ട എന്ന താല്പര്യത്തിൽ. ഓരോ ഗൃഹം കണ്ടും ഇത് ഏത് എന്നന്വേഷണം ചെയ്തു മനോജ്ഞശീലൻ. ഇതാരുടെ വീടാ? ഇന്നയാളുടെ. ശരി, അടുത്തേക്ക് പോവാ. അടുത്ത വീട്ടിൽ പോയി. ഇതാരുടെ വീടാ? ഓരോ ഗൃഹം കണ്ടും ഇതേത് എന്നന്വേഷണം ചെയ്തു മനോജ്ഞശീലൻ, അതല്ലയോ നമ്മുടെ രാധതൻ വീട്, ഇതേത് ചന്ദ്രാവലി നിൻ്റെ വീടോ. ഇത് താമരശ്ശേരി വട്ടത്തിലെ പിന്നെയാണ്. കാരണം ഈ ശ്ലോകം ഇങ്ങനത്തെ ഒരു ശ്ലോകം ഭാഗവതത്തിലില്ല. കാരണം അതല്ലയോ നമ്മുടെ രാധതൻ വീട്. രാധ എന്നുള്ളത് ദ്വിഭുജ കൃഷ്ണൻ്റെ ഗോലോകത്തെ കൺസോർട്ടാണ് രാധ. അത് ഭാഗവതത്തിലില്ല. അപ്പം ഇദ്ദേഹം അതല്ലയോ നമ്മുടെ രാധതൻ വീട്, ഇതേത് ചന്ദ്രാവലി നിൻ്റെ വീടോ. ഇങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിന് ഹരമുണ്ടാക്കത്തക്ക വിധത്തിൽ സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. എൻ വീട്ടിലേക്ക് അഞ്ജന വാഴുവതേതാണതാണതോ ശാരദ തന്നികേതം. എൻ വീട്ടിലേക്ക് കാഞ്ചന വാഴുവത്, എൻ്റെ വീട്ടിലേക്ക് വരുന്ന കാഞ്ചനയുടെ വീടാണോ ഇത്? അവിടെ കാഞ്ചന എന്നുള്ളത് കൂട്ടക്ക, അതായത് ക ക ക ഖ ഖ ഖ
ആ ഖ ഖ കൂട്ടക്ഷര ക പ്ലസ് അ. അതാണ് ഞാൻ ഒന്ന് പരിഞ്ഞവിടെ. എൻ വീട്ടിലേക്ക് ആ കാഞ്ചന വാഴ്വാതെ വീട്ടിലേക്ക് ആ കാഞ്ചന വീട്ടിലേക്ക് ആ കാഞ്ചന വീട്ടിലെ കാഞ്ചന വാഴ്വതോ. അതാ എൻ വീട്ടിലേക്ക് കാഞ്ചന വാഴ്വത ഏതാണതാണോ ശാരദതൻ നികേതം. ഇതോ രമേ ലീലയുടേത് മറ്റേതാണ് ലീലാവതി നികേതം. ഇങ്ങനെ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് ഇതാണോ ചോദിക്കണു. ഇത് ഇന്ദിരക്കുട്ടിയുടേത്. ഇതും മുറ്റത്തിൽ ഇലഞ്ഞി നിന്നിടുവതെൻ്റെ വീടാം. മുറ്റത്ത് ഇലഞ്ഞി മരം നിൽക്കണത് എൻ്റെ വീടാം. ഈ വണ്ണമോരോന്നു മലിഞ്ഞു തൃക്കൺ പാർത്തേറെ മോദിച്ചു മഹാനുഭാവൻ. മഹത്തുക്കളുടെ ഭാവം അറിയുന്നവൻ. പാൽ വിറ്റു ജീവിച്ചും ഞങ്ങൾ വാഴും പാൽ വീട്ടിലേക്ക് ഉണ്ണിയണഞ്ഞതോർത്താൽ. അതാണ് ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ളത്. ഞങ്ങൾ പാൽ വിറ്റ് ജീവിക്കുന്നവരാണ് കണ്ണാ. നീയെ ഞങ്ങളുടെയൊക്കെ നാഥനാണ്. ഞങ്ങളുടെയൊക്കെ നാഥനായിരിക്കുന്ന, ഞങ്ങളുടെയൊക്കെ ലീഡറും അധ്യക്ഷനുമായിരിക്കുന്ന ആ നന്ദഗോപരുടെ മകനല്ലേ നീയെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വരേ. ആ ഒരു ശൈലി ആലോചിച്ച് നോക്കൂ. പാൽ വിറ്റു ജീവിച്ചിടും ഞങ്ങൾ വാഴും പാൽ വീട്ടിലേക്കുണ്ണിയണഞ്ഞതോർത്താൽ പാവങ്ങൾ തൻ ഭാഗ്യം ഈ വണ്ണമോതും ഗോപീജനത്തോടൊരു ചെയ്തു നാഥൻ. ഭഗവാൻ എന്താ അവരോട് സമാധാനം പറഞ്ഞത്? ശ്രദ്ധിക്കുക. സാമഗ്രികൾക്കുള്ള സമൃദ്ധിയല്ല. ഇതാണ് ഈശ്വരീയത. ഇതാണ് വേദാന്തം, ഹയ്യസ്റ്റ് ഫിലോസഫി. സാമഗ്രികൾക്കുള്ള സമൃദ്ധിയല്ല വീടിനു ചേല് അമ്മ ഉരച്ചു കേട്ടു. അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ വീട്ടിലുണ്ട് അതല്ല ആ വീട്ടിലെ വലുതാക്കണത്. മഹത്വമേറും മധുരിച്ച വാക്കും, മധുരമുള്ള ഇമ്പമാർന്ന വാക്കുകൾ പറയുന്ന വീടാണ് നല്ല വീട്. ഇതിനേക്കാൾ വലിയ വേദാന്തം നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുക? ശുചിത്വവും ശുദ്ധിയെഴും മനസ്സും. അവിടെ താമസിക്കുന്നവരുടെ ശുചിത്വവും ശുദ്ധി എഴുന്ന വാക്കും, ശുദ്ധി എഴും മനസ്സും. ഇതാണ് ഭാഗവതം പഠിച്ചാൽ പോരാ, വായിച്ചാൽ പോരാ, പഠിക്കണം. അതിലുള്ളത് നമ്മുടെ മനസ്സിലേറണം. കാരണം ഞാൻ ഒന്നുകൂടി പറയാം. സാമഗ്രികൾക്കുള്ള സമൃദ്ധിയെല്ലാം വീടുന്നു ചേല് അമ്മ ഉരച്ചു കേട്ടു. മഹത്വമേറും മധുരിച്ച വാക്കും ശുചിത്വവും ശുദ്ധിയെഴും മനസ്സും. അകങ്ങളെല്ലാം ചരണാംബുജം വെച്ചലങ്കരിച്ചാനളിവർണ്ണനുണ്ണി. തൻ്റെ പാദസ്പർശമേറ്റ് ആ വീട്ടുകാരനൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു എന്നർത്ഥം. തൻ അകങ്ങളെല്ലാം ചരണാംബുജം വെച്ചലങ്കരിച്ചാൻ അളിവർണ്ണനുണ്ണി. താമരദളനയനൻ. പിന്നെയോ അതോടെ പാൽവെണ്ണ തുടർന്നതെങ്ങിരിപ്പതും നോക്കിയറിഞ്ഞു നാഥൻ. എല്ലാവരുടെ വീട്ടിലും പാലും വെണ്ണയും എവിടെ എടുത്ത് വെച്ചെന്നതെന്ന് മൂപ്പര് മനസ്സിലാക്കി. എന്നിട്ട് വേണ്ടപ്പോൾ നാളെ മുതൽക്ക് അത് ആസ്വദിക്കാൻ. അകങ്ങളെല്ലാം ഇപ്പം നമ്മളെവിടെ ചോദിച്ചാൽ ഗോപസ്ത്രീകളുടെ വീട്ടിലാണ്. ഭഗവാൻ അതാ നടന്നു വരണു. എവിടേക്കാ പാലും വെണ്ണയും വെച്ചണെന്ന് കണ്ടുണു അദ്ദേഹം. ഇനി കാണാല്ലേ അദ്ദേഹം ഉണ്ടായി ഞങ്ങളോട് പറയണ്ട. അതോടെ പാൽവെണ്ണ തുടർന്നത് എങ്ങിരിപ്പതും നോക്കിയറിഞ്ഞു നാഥൻ. ഒരാളായരുളുന്നു ഗോപീജനങ്ങൾ പാൽവെണ്ണ പഴം പലേതും. അതൊക്കെ അമ്പാർന്ന മാറത്ത് ചെയ്തു മണിക്കിടാവിൻ വയറൊട്ടു പൊങ്ങി. എല്ലാ വീട്ടിൽ നിന്നും കുറേശ്ശെ പാല് വെണ്ണ പഴമൊക്കെ കഴിച്ചു. കുറച്ച് നോക്കുമ്പോൾ വയറൊന്ന് വീർത്തിരിക്കണമെന്ന്.
ഒരാളൊരാളായരുളുന്ന ഗോപീജനങ്ങൾ പാൽ വെണ്ണ പഴം പലേതും അതൊക്കെ അമ്പാർന്ന് അതൊക്കെ അമ്പാർന്ന് അമൃതേത്തു ചെയ്തു എന്നാ. അമൃതേത്ത് ഈ വലിയ വലിയ ആൾക്കാരെ ഭഗവാന്റെ അമൃതേത്ത് കഴിഞ്ഞു വെച്ചാൽ കാലത്തെ പൂജ കഴിഞ്ഞു എന്ന്. അമൃതേത്ത് അതൊക്കെ അമ്പാർന്നമറേത്തു ചെയ്തു അമൃതേത്തു ചെയ്തു മണിക്കിടാവിൻ വയറൊട്ടു പൊങ്ങി വയറ് നൂർത്തു. നെല്ലിക്കയോളം ഉണ്ണിക്ക് കൈത്താരിൽ വെച്ചിടുകിൽ വിശ്വനാഥൻ മന്ദസ്മിതം തൂകി മണിച്ചിലമ്പും കിലുക്കി നൃത്തം തുടരും മനോജ്ഞം. അതാണ് വെണ്ണതരാം കൃഷ്ണ നൃത്തമാടൂ എന്നൊക്കെ പറയുന്നില്ലേ. നെല്ലിക്കയോളം ഉണ്ണിക്കൈത്താരിൽ താമര സദൃശമായ കൈ വെള്ളയിൽ വെച്ചു കൊടുത്താൽ വെച്ചിടുകിൽ വിശ്വനാഥൻ ഈ ലോകത്തിൻ്റെ നാഥനായിരിക്കുന്ന ഭഗവാൻ മന്ദസ്മിതം തൂകി മണിച്ചിലമ്പും കിലുക്കി നൃത്തം തുടരും മനോജ്ഞം. ഉണ്ണിക്കുരുപ്പാലൊരു കൊച്ചു പൊന്നിൻ കിണ്ണത്തിലേകിടുകിൽ അപ്രകാരം ഉണ്ണിക്ക് കുരുപ്പല്ല, ഉണ്ണിക്ക് ഉരിപ്പാൽ. വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് എന്താ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്. ഉണ്ണിക്ക് ഉരിപ്പാൽ ഒരു കൊച്ചു പൊന്നിൻ കിണ്ണത്തിലേകിടുകിൽ അപ്രകാരം. ഉണ്ണിക്ക് ഉരിപ്പാൽ നാഴിയുടെ പകുതിക്ക് ഉരി എന്ന് പറയാം. ഉരിയുടെ പകുതിക്കാണ് ഉഴക്ക എന്ന് പറയാം അല്ലേ. ഉഴക്കെന്ന് പറയും. ഉഴക്ക്. ഉണ്ണിക്ക് ഉരിപ്പാലൊരു കൊച്ചു പൊന്നിൻ കിണ്ണത്തിലേകിടുകിൽ അപ്രകാരം അലിഞ്ഞൊരാനന്ദ സമുദ്രമാക്കും മങ്ങുള്ളവർക്കൊക്കെ മനക്കുരുന്നിൽ. എല്ലാവരുടെയും മനസ്സ് നിറയുന്ന പോലെ ഭഗവാനൊന്നും അന്തസ്മിതം തൂക്കിയിട്ടുണ്ടെങ്കിൽ അമൃത കൊണ്ട് വയറിന് വിശപ്പില്ലാത്ത രീതിയിലായി എന്നർത്ഥം. മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ജനിക്കാതെയിരിക്കാൻ. അമൃതപാനം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മരിക്കാതെ കണ്ടിരിക്കുക, ജനിക്കാണ്ടിരിക്കുക. അപ്പോൾ അലിഞ്ഞൊരാനന്ദ സമുദ്രമാക്കും അങ്ങുള്ളവർക്കൊക്കെ മനക്കുരുന്നിൽ. മനസ്സ് ഒരു സമുദ്രമാക്കി തീർക്കും. കൽക്കണ്ടമേൽ അത്തരി മുന്തിരിഞ്ഞ കൽക്കണ്ടം മേലെ അത്തരി മുന്തിരിഞ്ഞ തേൻ തൊട്ടത് അമ്പാർന്നരുളുമ്പോഴേക്കും കുറച്ച് കൽക്കണ്ടം അതിൽ കുറച്ച് മുന്തിരിങ്ങ തേൻ തൊട്ടത് അമ്പാർന്നരുളുമ്പോഴേക്കും പാൽ പുഞ്ചിരി കൊഞ്ചൽ പൊഴിച്ചു കൊണ്ടു പാടാൻ തുടങ്ങും പയസീരുഹാക്ഷൻ. പാല് കുടിച്ച വായോടുകൂടി, അതായത് കുട്ടികൾ പാല് കുടിച്ച ചുണ്ടത്തൊക്കെ ഉണ്ടാവും, അതോടുകൂടി ചിരിക്കുക. അപ്പോൾ പല്ലിനാണോ വെണ്മ കൂടുതൽ, ചുണ്ടിനാണോ വെണ്മ കൂടുതൽ? പയസീരുഹാക്ഷൻ. എന്തൊക്കെ വാക്കുകളാണ് വരുന്നത്. പാൽ പുഞ്ചിരി കൊഞ്ചൽ പൊഴിച്ചു കൊണ്ടു പാടാൻ തുടങ്ങും പയസീരുഹാക്ഷൻ. തൃക്കാലണി പൊൻ തളയും കിലുക്കി മന്ദസ്മിതം തൂകി മനോഭിരാമൻ. ആടിക്കുഴഞ്ഞങ്ങിനെ ദിവ്യലീലാരസത്തിൽ മന്നാകമയക്കിടുന്നു. ഭൂലോകത്തെ മുഴുവൻ മയക്കണു ഭഗവാൻ. പൊന്നിൻ ചിലമ്പിന്നെഴുമൊച്ച കൊണ്ടും മിന്നും ഘനശ്യാമള കാന്തി കൊണ്ടും പൈമ്പാലിളം പുഞ്ചിരി കൊണ്ടുമുണ്ണി കവർന്നു ഗോപീജന ചിത്തമെല്ലാം. ഗോപസ്ത്രീകളുടെ ചിത്തിനെ അപഹരിച്ചു, മനസ്സിനെ അപഹരിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഭഗവാൻ അവരുടെ മനസ്സിൽ കയറി വിരാജിക്കാൻ തുടങ്ങി. അവരാണ് ഭാഗ്യവതിമാർ. ആരെ? ഗോപസ്ത്രീകളെ. പൊന്നിൻ ചിലമ്പെന്നു എഴുമൊച്ച കൊണ്ടും മിന്നും ഘനശ്യാമള കാന്തി കൊണ്ടും പൈമ്പാലിളം പുഞ്ചിരി കൊണ്ടുമുണ്ണി കവർന്നു ഗോപീജന ചിത്തമെല്ലാം. ഈ വണ്ണം അമ്പാടിയിൽ വീടുതോറും, എല്ലാ വീട്ടിലെത്തി. ഈ വണ്ണം അമ്പാടിയിൽ വീടുതോറും സ്വാതന്ത്ര്യമാർന്നാൻ
ഭുവനേകനാഥൻ, എപ്പോൾ വേണമെങ്കിലും ആരുടെ വീട്ടിലേക്കും പോവാം. ഭുവനേകനാഥനായിരിക്കുന്ന ഭഗവാൻ ആ അമ്പാടിയിലുള്ള എല്ലാ വീട്ടിലും കയറി ഇറങ്ങാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. ഭൂമണ്ഡലത്തിൻ പുകൾ പൊങ്ങുമാറു കളിച്ചു കൗതൂഹലമേറ്റി മന്നിൽ. അമ്പാടിയിലുള്ളവരൊക്കെ ആനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ടും മറ്റുള്ളവർക്ക് അസൂയാവഹമായ ഭക്തിയിൽ ഗോപസ്ത്രീകളെ ആറാടിച്ചുകൊണ്ടും ഭഗവാൻ ജീവിതം നയിച്ചു എന്ന് വേണം പറയാൻ. പൊന്നിൻ ചിലമ്പൊലി ഓർത്തിടുന്നു ഗോപീജനം നിത്യമുണർന്നിടുമ്പോൾ. നേരം മുളച്ചാകുമ്പോൾ നീച്ചാൽ ആദ്യം ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ചിലമ്പൊലി വർണ്ണം ഡീം ഡീം ഓം ഓം നീം നീം, ഇതാണ് കേൾക്കുന്നത്. പൊന്നിൻ ചിലമ്പൊലി ഓർത്തിടുന്നു ഗോപീജനം നിത്യമുണർന്നിടുമ്പോൾ. അവർക്കു തൂവണ്ണയുറന്നിടുമ്പോൾ അവർക്ക് തൂവെണ്ണയുറന്നിടുമ്പോൾ തിടുക്കമുണ്ണിക്കതെടുത്തു നൽകാൻ. എന്താ ഈ തൈരിൽ വെണ്ണ ഊറാത്ത? ഇതൊന്ന് ഊറിക്കിട്ടിയിട്ട് വേണം എൻ്റെ കുട്ടിക്കൊരു കയ്യിൽ ഓരോ നെല്ലിക്കട അത്ര വെച്ച് കൊടുക്കാൻ. ഇതാണ് അവർക്ക് വിൽക്കണമെന്നോ അവരുടെ കുട്ടികൾക്ക് കൊടുക്കണമെന്നോ അവർക്ക് പൂജിക്കണമെന്നല്ല, ശ്രീകൃഷ്ണൻ്റെ വയറ് നിറയ്ക്കണം. പൊന്നിൻ ചിലമ്പിന്നൊലിയോർത്തിടുന്നു. എപ്പോഴാണ് ഇയാൾ വരാൻ പോകണം? ഈ കുട്ടി എപ്പോഴാണ് വരിക? ആ വീട്ടിലെത്തിയണോ ഒന്ന് നോക്കൂ. ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല, എന്നാൽ അടുത്ത വീട്ടിലുണ്ടാവും. പൊന്നിൻ ചിലമ്പിന്നൊലിയോർത്തിടുന്നു ഗോപീജനം നിത്യമുണർന്നിടുമ്പോൾ അവർക്കു തൂവണ്ണയുറന്നിടുമ്പോൾ തിടുക്കമുണ്ണിക്കതെടുത്തു നൽകാൻ. ശ്രീമന്മുഖത്തങ്ങിനെ മിന്നുമോരോ, ഭഗവാന്റെ മുഖത്ത് ഓരോരോ ലീലാവിലാസങ്ങൾ മിന്നിമറിയും. ശ്രീമന്മുഖത്തങ്ങിനെ മിന്നുമോരോ ഭാവങ്ങളും കണ്ടലിവേന്തി നിൽപ്പാൻ. അത് കണ്ട് ആശ്ചര്യഭരിതന്മാരായിട്ട് ആശ്ചര്യഭരിതകളായിട്ട് നിൽക്കുന്ന ഗോപസ്ത്രീകളെ ചിരിച്ചു ഗോപീജനമീശ്വരൻ്റെ മുമ്പാകയോതൊന്നു പലേതും അമ്പാൽ. പലതരത്തിലുള്ള വർത്തമാനങ്ങൾ കൃഷ്ണനെ പറ്റി അവർ തമ്മിൽ പറയണു. കൃഷ്ണനോട് പലതും പറയണു. അവർക്ക് തന്നെ മനസ്സിലാവണില്ല അവരെന്താ പറഞ്ഞതെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, എല്ലാവർക്കും ഭക്തിരസം അനുഭവിക്കാൻ സാധിക്കണു. ആനന്ദമയമാവണു മനസ്സ്. ഊക്കില്ലടോ കുഞ്ഞിനു രാമനെ പോലെന്നോതുകിൽ കൈകൾ ചുരുട്ടിയോതും. കശപിശ, അതായത് കശപിശ ഉണ്ടാക്കുകയാണ്. എന്താ കശപിശ? ഊക്കില്ലടോ കുഞ്ഞിനു രാമനെ പോലെന്നോതുകിൽ കൈകൾ ചുരുട്ടിയോതും. ഇപ്പം കൃഷ്ണ, ഏട്ടനെ പോലെ ശക്തി ഇല്ലല്ലോ തനിക്ക് എന്ന് പറഞ്ഞാൽ ഗുസ്തി പിടിക്കാൻ പറ്റുന്ന പറഞ്ഞത്. ഊക്കില്ലടോ കുഞ്ഞിനു രാമനെ പോലൊന്നോതുകിൽ കൈകൾ ചുരുട്ടിയോതും ചാണൂരനെ പോലും ഇതേ കരത്താൽ ചതച്ചിടും ഞാൻ വലുതായിടുമ്പോൾ. എന്തൊക്കെയാ പറയണത്? ചാണൂരിനെ ഈ കൈ കൊണ്ട് ഞാൻ ചതച്ചിടുന്നാണ് പറഞ്ഞത്. അത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടെന്നുണ്ടെങ്കിലും ഭഗവാൻ പ്രിഡിക്റ്റ് ചെയ്യാണ്. നാളെ ചാണൂരനെ നാളെ വെച്ചാൽ ഇൻ ഫ്യൂച്ചർ, ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ചാണൂരൻ എൻ്റെ കൈയാൽ മൃതിയടപ്പെടും. അപ്പോൾ ഈ എന്താ പറയുക, താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി എന്തുമാത്രം ഭാഗവതത്തിൽ മുങ്ങി താഴണു. ഇത്രയൊക്കെ സ്വാതന്ത്ര്യം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ, അത് വായിക്കാനും കേൾക്കാനും ഭാഗ്യമുണ്ടായ നമ്മുടെ കാര്യം. 6-7 വർഷം ഗുരുവായൂരപ്പനെ നിത്യം പൂജിച്ചൊരു മഹാനുഭാവൻ്റെ മനസ്സിൽ ഭഗവാൻ ഉണ്ടാക്കുന്ന ഇക്കിളികളാണ് പ്രേമാർദ്രമായ വാക്കുകളിൽ കൂടി ശ്രീകൃഷ്ണ കഥാമൃതമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഊക്കില്ലടോ കുഞ്ഞിനു രാമനെ പോലെന്നോതുകിൽ കൈകൾ ചുരുട്ടിയോതും ചാണൂരനെ പോലും ഇതേ കരത്താൽ ചതച്ചിടും ഞാൻ വലുതായിടുമ്പോൾ. നിറം വെളുപ്പാണകന്നുരക്കിൽ, നല്ല നിറം ബലരാമൻ്റേതാണ് എന്നിട്ട് പറഞ്ഞാൽ നീലാരവിന്ദാക്ഷണൻ നീറ്റുവേഗം, പെട്ടെന്ന് ഇരിക്കണോടത്ത് നീറ്റ് നിന്നോട് മിണ്ടില്ല ഇനിയെന്നു ചൊല്ലി വീർപ്പിച്ചിടും ശ്രീമുഖചന്ദ്രബിംബം. ഇനി
നമ്മൾ കാര്യക്കശ്ശേരി ഞാൻ ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ട്. എനിക്ക് വെണ്ണയും പാലൊക്കെ തന്നിട്ടുണ്ട്. ഇനി മേലെ നമ്മൾ ഇവിടെ വരില്ല, പാല് വാങ്ങൂല, വെണ്ണം തിന്നൂല, നമ്മൾ കട്ടി ഉള്ള കാര്യമായിട്ട് പറയാലോ. നിങ്ങൾക്ക് നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ശരി. ആ സ്വാതന്ത്ര്യം എടുക്കണം. നോക്കൂ, നിറം വെളുപ്പാണ് അഴകന്നുരക്കിൽ നീലാരവിന്ദാക്ഷൻ എണീറ്റു വേഗം. നീലാരവിന്ദാക്ഷൻ, നീല നിറത്തിലുള്ള കണ്ണുകളോട് കൂടിയിട്ടുള്ളവൻ. താമരദളനയനൻ, നീലത്താമരദളനയനൻ, നീലാരവിന്ദാക്ഷണൻ എണീറ്റു വേഗം. നിന്നോട് മിണ്ടില്ല ഇനി എന്ന് ചൊല്ലി വീർപ്പിച്ചിടും ശ്രീമുഖചന്ദ്രബിംബം. ഇവൻ മഹാസാധു മുഖത്തു ശൗര്യം പോരെന്നു ഗോപീജനമോതി നിൽക്കെ. ഇവൻ മഹാസാധു, ഏട്ടൻ. അതെ, അപ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഒരാളോട് ഏട്ടൻ മഹാസാധുവാണ്, മുഖത്ത് ശൗര്യം പോരെന്ന് ഗോപീജനമോതി നിൽക്കെ. കാണേണമോ ഞാനൊരു സിംഹമായി നിൽക്കുന്നതിപ്പോൾ ഉടനെന്നു ചൊല്ലി. ആഹാ, അപ്പോൾ കൃഷ്ണന് ശൗര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു സിംഹം നിൽക്കണ പോലെ നിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സിംഹാവലോകനം 4 പുറത്തേക്ക് നോക്കി കണ്ണൊക്കെ ഒട്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കുക. ആളൊരു സിംഹക്കുട്ടിയാണെന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ, വായിച്ചവർക്കല്ലേ അറിയുള്ളൂ. മുഖം വിറപ്പിച്ചു കരം ചുരുട്ടി പല്ലും കടിച്ചൊന്നു തുറിച്ചു നോക്കും. എണീറ്റുടൻ ഗോപികൾ വേണ്ട വേണ്ടെന്നുരച്ചു പോവും. പുഞ്ചിരിയാകെ മാറും. ഇനി വേഷമൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞാൽ പുഞ്ചിരിയാകെ മാറും. സങ്കടമല്ല, ദേഷ്യം തോന്നും. മിന്നീടും ഈ നമ്മുടെ ഉണ്ണിയത്ര മിടുക്കനാണെന്ന് അലിവാർന്നുരക്കിൽ ആടിക്കുഴഞ്ഞങ്ങിനെ പാട്ടുപാടി കളിച്ചിടും കാർമുകിൽ വർണ്ണനമ്പാൽ. നമ്മുടെ ഈ കൃഷ്ണനുണ്ണി എത്ര മിടുക്കനല്ലേ എന്ന് ചോദിക്കേണ്ട താമസം പാട്ടും കൂത്തുകയും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ഗുണപാഠം പഠിച്ചു? അവരവരുടെ കുട്ടികളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത വീട്ടിലെ കുട്ടി പഠിക്കുന്നുണ്ടല്ലോ, എന്താ നീ പഠിക്കാത്തത് എന്ന് ഒരിക്കലും നമ്മൾ നമ്മുടെ കുട്ടികളോട് ചോദിക്കരുത്. അവനെപ്പോലെ നീ മിടുക്കനാവണ്ടേ, അങ്ങനെയല്ല. നമ്മുടെ കുട്ടിക്ക് മിടുക്കത്തരമുണ്ട് എന്ന് പറയൂ, അവൻ നന്നാവും. ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഭാഗവതത്തിൽ കൂടെ നമുക്ക് തരണത് എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ശക്തിയില്ലല്ലോ. നമ്മൾ വെറുതെ 3 നേരം പ്രസാദം കയ്യിൽ പ്രസാദം വാങ്ങിക്കൊണ്ടുവരിക, അവിടുന്ന് കഴിക്കുക, ഇതിലല്ലേ താല്പര്യമുള്ളൂ. ഭാഗവതത്തിൻ്റെ മൂല്യം നമ്മൾ എത്ര ആൾ മനസ്സിലാക്കി? മിന്നീടുമീ നമ്മുടെ ഉണ്ണി അത്ര മിടുക്കനാണെന്നലിവാർന്നുരക്കിൽ ആടിക്കുഴഞ്ഞങ്ങനെ പാട്ടുപാടി കളിച്ചിടും കാർമുകിൽ വർണ്ണനമ്പാൽ. അലിഞ്ഞുകൊണ്ടങ്ങനെ അസ്തമിക്കും വരയ്ക്കും അമ്പാടിയിൽ വീട് തോറും. കാലത്തോട് പുറപ്പെട്ട വൈകുന്നേരം സൂര്യൻ അസ്തമിക്കണ വരെ ഓരോ വീട്ടിലെ സുഖവിവരങ്ങൾ അന്വേഷിക്കല. അലിഞ്ഞുകൊണ്ടങ്ങനെ അസ്തമിക്കും വരയ്ക്കും അമ്പാടിയിൽ വീട് തോറും അനന്ത കല്യാണ ഗുണാഭിരാമൻ ആനന്ദമേവർക്കുമിയറ്റി നിത്യം. ഇനി എന്താ വേണ്ടത്? അനന്ത കല്യാണ, അവസാനിക്കാത്ത സൗഭാഗ്യങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് ഭഗവാൻ. അനന്ത കല്യാണ ഗുണാഭിരാമൻ ആനന്ദമേവർക്കുമിയറ്റ് നിത്യം. പാൽ വെണ്ണ തൊട്ടുള്ളവയെങ്കലൊട്ടിപ്പിടിക്കയാണുള്ളമ്മവർക്ക്. പാല് വെണ്ണ തൊട്ടുള്ളവയെങ്കിൽ ഒട്ടിപ്പിടിക്കയാണുള്ളമ്മവർക്ക്. നാഥൻ അറിഞ്ഞു ചങ്ങാതികളൊത്തതോടെ കവർന്നീടനാനോർത്തു കലാവിലോലൻ. ഏതെല്ലാം തരത്തിലുള്ള കലകളുണ്ടോ അതിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുള്ളൊരു അത്ഭുത ബാലനാണ് ആരെ? ശ്രീകൃഷ്ണൻ. പാൽ വെണ്ണ തൊട്ടുള്ളവയെങ്കിൽ ഒട്ടിപ്പിടിക്കുകയാണുള്ളവർക്ക്. ചിലവർ കൊടുക്കണേക്കാൾ ജാസ്തി എടുത്തു വയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഭഗവാന് കൊടുക്കുന്നതിനേക്കാൾ കച്ചവടത്തിനോ സ്വന്തം കാര്യത്തിനോ വേണ്ടി എടുത്തു വയ്ക്കാൻ മനസ്സുള്ളവരെ ഭഗവാൻ നോട്ടമിടും. എന്നിട്ടോ തൻ്റെ ചങ്ങാതിമാരോടുകൂടി വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അകത്ത് കയറി അതൊക്കെ അശിക്കും. അപ്പം എന്തായി? ഭഗവാൻ അറിഞ്ഞു കൊടുത്താൽ മോക്ഷമാണ്, അറിയാണ്ട് സൂക്ഷിച്ചു വെച്ചാലോ അനുഗ്രഹം ഇല്ലയെന്ന് മാത്രമല്ല നഷ്ടം വരും ചെയ്യും.
ഇതിൽ നിന്ന് എന്ത് ഗുണപാഠം പഠിച്ചു? രാമായണ മാസമാണ്, വൈശാഖ മാസമാണ്, അല്ലെങ്കിൽ പിന്നെ മണ്ഡലക്കാലാണ്. സ്വന്തമായിട്ട് അവരവരുടെ വരവിനനുസരിച്ചിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ഈശ്വരപ്രീതിക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ 10 ദിവസം ആസ്പത്രിയിൽ കയറിയാൽ കഴിഞ്ഞു കാര്യം. അതിനുള്ള ഇടവരുത്തരുത്. ഞാൻ എപ്പോഴും പറയും, വഴിപാട് കഴിക്കുന്നതിനേക്കാൾ മേന്മ ചോദിക്കാതെ കണ്ട് അവരവരുടെ വരുമാനത്തിൻ്റെ 1/5 ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ ചെലവഴിക്കാൻ താല്പര്യം ഉണ്ടാവണം. 1/5 മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അതിനാണ് പഞ്ചയജ്ഞം എന്ന് പറയുക. ഇതിപ്പോൾ ഒരു ശരാശരി പ്രൊഫഷണൽ ആചാര്യന്മാരത് പറയില്ല. കാരണം എന്താ, അവർക്ക് ഈ 7 ദിവസം നിങ്ങൾ എന്തെങ്കിലും പൂജയും കാര്യങ്ങളും ചെയ്താലേ അവർക്ക് കാര്യമുള്ളൂ. അങ്ങനെയല്ല പറയേണ്ടത്. നിങ്ങൾ മനസ്സറിഞ്ഞ് ദാനധർമ്മങ്ങൾ ചെയ്യണം. അച്ഛനമ്മമാരെ വയോജനാലയങ്ങളിലാക്കിയിട്ട് നിങ്ങൾ സപ്താഹം ചെയ്യിച്ചിട്ട് കാര്യമില്ല. അച്ഛനമ്മയെയും സ്വന്തം വണ്ടിയിൽ ഒന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോവുകയെ അവർക്ക് എപ്പോഴെങ്കിലും ഒരു സിനിമ കാണിച്ചു കൊടുക്കുകയെ അല്ലെങ്കിൽ ഒന്ന് മലമ്പുഴയിലൊന്ന് കൊണ്ടുപോയിട്ട് കറക്കി കൊണ്ടുവരികയെ സ്വാദുള്ള ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വാരി കൊടുക്കുകയോ ചെയ്യാതെ കണ്ട് ആചാര്യന്മാരെ വീട്ടിലേക്ക് ക്ഷണിച്ച് മൃഷ്ടാന അന്നം കൊടുത്ത് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ കൊടുത്ത് അവരെ നമസ്കരിച്ചതുകൊണ്ടായില്ല. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ കഴിഞ്ഞിട്ടേ ആചാര്യദേവോ ഭവ വരണുള്ളൂ. അപ്പോൾ ഈ ആചാര്യദേവോ ഭവ എന്ന് പറഞ്ഞാൽ ഈണത്തിൽ പാടുന്ന ആളല്ല ആചാര്യൻ. പിന്നെയോ നമ്മൾക്ക് ഗുരുസ്ഥാനീയനായിട്ട് ശരിയും തെറ്റും പറഞ്ഞു തന്ന് അങ്കലാപ്പുകളെ ദൃഢമായ മനസ്സിൻ്റെ ഉടമസ്ഥന്മാരായി ഏതേത് പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാക്കിത്തരുന്നവരാണ് ഗുരുജനങ്ങൾ. ഗുരുജനങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി കാണിച്ചു തരുന്ന ആൾക്കാരാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. പാത്രാനുഭൂതി ഇല്ലാണ്ട് ഭിക്ഷ കൊടുക്കരുത്. ഭിക്ഷ കൊടുക്കാം, പാത്രാനുഭൂതി അറിഞ്ഞ പാത്രത്തിലേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? വല്ലോർക്ക് അപ്പോൾ പാൽവെണ്ണ തൊട്ടുള്ളവയെങ്കിൽ ഒട്ടിപ്പിടിക്കയാണുള്ളമ്മവർക്ക് നാഥൻ അറിഞ്ഞു ചങ്ങാതികളൊത്ത് അതോടെ കവർന്നീടിനാൻ ഓർത്തു കലാവിലോലൻ വല്ലോർക്കും എന്തെങ്കിലും ഒന്ന് അകത്തു സൂക്ഷിക്കുവാനേകിടും മുണ്ണിയാദ്യം തിരിഞ്ഞിടും ചെന്നതിടുക്കുമെല്ലെ കൽക്കണ്ടമൊട്ടൊന്നു കുറഞ്ഞു കാണാം. വീട്ടിൽ കൽക്കണ്ടം വാങ്ങി വയ്ക്കും, സൂക്ഷിച്ച് വെച്ചോളൂ. കൃഷ്ണൻ കാണുന്ന സ്ഥലത്ത് വെക്കണ്ട കേട്ടോ. കുറേ ആൾക്കാർ മൂപ്പരേ ആരുമില്ലാത്ത സമയത്ത് കൊണ്ടുപോകും. അതാണ് വല്ലോർക്കും എന്തെങ്കിലും ഒന്ന് അകത്ത് സൂക്ഷിക്കുവാൻ ഏകിടും ഉണ്ണി ആദ്യം തിരിഞ്ഞിടും ചെന്നിത് എടുക്കും മെല്ലെ കൽക്കണ്ടമൊട്ടൊന്നു കുറഞ്ഞു കാണാം. ഇന്നലെ ആൾ കുറച്ച് കൽക്കണ്ട എടുത്തു വെച്ചു, ഒരു വീട്ടിലൊരു സ്ത്രീ എടുത്തു വെച്ചു. അടുത്ത ദിവസം അത്ര കൽക്കണ്ട ഇല്ലേ നോക്കുമ്പോൾ കാണാം അത്ര കൽക്കണ്ട ഉണ്ടാവില്ല. അപ്പോൾ മറ്റാൾ വന്നു പോയിട്ടുണ്ടാവും. ആരെ? ശ്രീകൃഷ്ണ ഭഗവാൻ. കാലത്തും ഉച്ചക്കിട നേരമെന്തിക്കുന്നില്ല തോന്നുമ്പോഴതൊക്കെയും താൻ കളിച്ചിടും വീടുകൾ തൻ പുറത്തും അകത്തും എങ്ങെങ്ങും ഒരേ വിധത്തിൽ. ആള് ഭയങ്കര പ്രച്ഛന്ന വേഷധാരിയാ. എന്താ പ്രച്ഛന്ന വേഷധാരി? പല വേഷത്തിലും വരും. പുറത്ത് കളിക്കുന്നുണ്ട് തോന്നും, അതിൻ്റെ ഇടയ്ക്ക് അകത്ത് വന്ന് സാധനം അടിച്ചു മാറ്റും. എന്തിനാ അത് അടിച്ചു മാറ്റുന്നത്? ഗോപസ്ത്രീകൾക്കും ഗോപന്മാർക്കും ഭഗവാനോട് ഭക്തി തോന്നാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവരെ നിരാശപ്പെടുത്താനല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചങ്ങാതിമാരും അണഞ്ഞെടുക്കും പാൽ വെണ്ണ തൈർ കാണുകയിൽ ഒരാളും കൂട്ടാക്കുകയിൽ ഏതും ഒരാളെയും ആരെയും കൂട്ടാക്കില്ല.
താനെന്നും തനിക്ക് അങ്ങനെയല്ല ശീലം. അതല്ല ശരി. ആരേനെങ്കിലും കൂട്ടാക്കിയിട്ടുള്ള വിവരം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. സർവാധിപനാണ്, എല്ലാറ്റിൻ്റെയും അധിപനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞനാണ്. നമ്പിനാൽ എല്ലാം കൊടുക്കും. നമ്പിയിട്ടില്ലെങ്കിലോ ഒരു നിവൃത്തിയില്ല, പോയി, ഒന്നും കയ്യിലിരിക്കില്ല. നമ്പിനാൽ എല്ലാം കൊടുക്കും. നമ്പണം, ഭഗവാനെ നമ്പണം. ഒപ്പം വരും പക്ഷികൾ, പൂച്ച, അണ്ണാൻ, കുരങ്ങ്, ഇറുമ്പ്, ഏതിനുമില്ല ഭേദം. ഇതാണ്. അണ്ണാനും പൂച്ചയ്ക്കും കുരങ്ങനും എല്ലാം കൊടുക്കും. ഒപ്പം വരും പക്ഷികൾ, പൂച്ച, അണ്ണാൻ, കുരങ്ങ്, ഇറുമ്പ്, ഏതിനുമില്ല ഭേദം. പാൽ വെണ്ണ തൊട്ടുള്ളതെടുത്തുടൻ തൻ പൈതങ്ങളെ പോലെ നനച്ചു നൽകും. ഞാൻ ഈ ഗൃഹനാഥനാണ്, നിങ്ങളൊക്കെ എൻ്റെ കുട്ടികളാണ്. നല്ല ബോധമല്ലേ ആരാൻ്റെ വീട്ടിൽ കയറിയിട്ട്? അതുകൊണ്ടാണ് ഈശ്വരന് കൊടുക്കണതിൽ നമ്മൾ വിലംബനം, താമസം വരുത്. ഭഗവാൻ ചോദിക്കാതെ ഇടവരുത്തരുത്. ചോദിക്കാതെ കൊണ്ട് തന്നെ കൊടുക്കണം. 20% നമ്മുടെ വരുമാനത്തിൻ്റെ 20% ദാനധർമ്മങ്ങൾക്ക് വയ്ക്കണം, ആചാര്യന്മാർക്ക് വയ്ക്കണം, അച്ഛനമ്മമാർക്ക് വയ്ക്കണം, സഹജീവികൾക്ക് വയ്ക്കണം. ബാക്കി വരുന്ന ഒരു 20% നിത്യജീവിതത്തിന് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. ഈ അറിവ് ഭാഗവതത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ആ കിട്ടിയ അറിവ് നിങ്ങൾ വേണ്ട പോലെ എന്താ പറയുക സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വലിയ വലിയ നഷ്ടങ്ങളുണ്ടാവുക. അപ്പോൾ പൈതങ്ങളെ പോലെ നനച്ചു നൽകും. ഒരു 1 2 3 4 5 ശ്ലോകം കൂടി പറഞ്ഞിട്ട് നിർത്താം. സർഗട് കഴിയും. കിണഞ്ഞു നോക്കണ്ട കിടന്നുറങ്ങും കിടാങ്ങളെ കിള്ളിയുണർത്തിയോടും. കിണഞ്ഞു നോക്കേണ്ട കിടന്നുറങ്ങും. ആള് ഉറക്കാവും. വല്ല വീട്ടിലും വല്ല കുട്ടികളെ മൂപ്പര് മെല്ലെ ഇങ്ങനെ വന്നിട്ട് കിടാങ്ങളെ കിള്ളിയുണർത്തിയോടും. ഒന്ന് നുള്ളും എവിടെയെങ്കിലും ഒരോട്ടം. ആളെ വന്നതും കാണില്ല, പോണതും കാണില്ല. കയർത്തു ചൊല്ലിയിടുകൾ അന്ന് പുത്തൻ കലങ്ങൾ പൊട്ടിച്ചിടും എന്നുറയ്ക്കാം. കൃഷ്ണ എന്താ ചെയ്തത്? തോന്നിയാസം കാണിക്കേ, ഇവിടെ വന്നിട്ടേ. ഇങ്ങനൊരു ചോദ്യം ഉണ്ടായാൽ മതി. എന്തെങ്കിലും പുതിയ കലങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി ആവണേൻ്റെ മുമ്പ് അത് തച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും. ഭക്തി വളർത്തുന്ന സ്റ്റൈലാണ്. ജീവിതത്തിൽ ചിലവർ അച്ഛനമ്മയും തല്ലണ ആൾക്കാരുണ്ട്. അവരെങ്ങനെ നേരാവുക? പ്രകൃതിയിൽ നിന്നൊരടി കൊണ്ട വീഴും, നീക്കം സാധിക്കില്ല. അപ്പോൾ വിളിക്കും അമ്മയെ അച്ഛാന്ന്. എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ഈശ്വരന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഈശ്വരീയത കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അഴിച്ചിടും കന്നുകളെ, പശുക്കളെയൊക്കെ കെട്ടിയിട്ട പശുക്കളെയൊക്കെ അഴിച്ചുവിടും. തൊഴുത്തിൽ മുളച്ചിടും പൈക്കളെ വിട്ടുപോരും. പൈക്കളെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് മുളയും തൊഴുത്തിൽ. അവരേനെ അഴിച്ചു വിട്ടിട്ടുണ്ടാവും. രാത്രി എന്നാൽ കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുത്തലാൻ, വെക്കോലിട്ട് കൊടുത്തലാൻ നോക്കുമ്പോൾ പൈക്കളെ കാണില്ല. ഇയാൾ വന്ന് അഴിച്ചിടും. അപ്പോൾ മുളച്ചിടും പൈക്കളെ വിട്ടുപോരും. ജനാലയിൽ കൂടി അകത്തു ചെല്ലും. ഉറങ്ങി കിടന്നോരെ വിളിച്ചുണർത്തും. ആരെങ്കിലും ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തളാ എന്ന് വിചാരിച്ചാൽ ഉറങ്ങിയ എന്താ ഉറങ്ങി നീക്കൂ ആളെ കാണില്ല. ആ മട്ടിലോരോ വികൃതിത്തരങ്ങൾ പോലും മനോഹാരികൾ എന്തു ചെയ്യും. ഇങ്ങനെയുള്ള വികൃതികൾ കണ്ട് ആസ്വദിക്കാതല്ലാതെ കണ്ട് എതിര് പറയാൻ പറ്റില്ല. എതിര് പറഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. അത് ഇയാൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആരെ? ഗർഗ മഹർഷി. നാരായണ സമാനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനോട് ആരെ എതിരൊന്നും ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോളുന്നു. അപ്പോൾ ഒരു ആദേശം കിട്ടിയിട്ടുണ്ട്. അതിനെതിരായിട്ട് ചെയ്താൽ സംഗതി വഷളാവും ചെയ്യും. ആ മട്ടിലോരോ വികൃതി തരങ്ങൾ പോലും മനോഹാരികളെന്തു ചെയ്യും. 6-7 വട്ടം മുകിൽ വർണ്ണനോടു ഗോപീജനം കൊഞ്ചിയുമില്ല ഭേദം. ഈ സാമം ദണ്ഡം എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ. ആദ്യം നല്ലത് പറയാം, പിന്നെ ദണ്ഡിക്കുക, പിന്നെ തള്ളിക്കൂട്.
ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കൊട്. അപ്പോൾ 6-7 വട്ടം മുഗൽവർണ്ണനോട് ഗോപീജനും കെഞ്ചിയില്ല. അല്ല, ഇങ്ങനെയൊന്നും ചെയ്യരുത് കുട്ടിയെ. ഓ ശരി കേട്ടോ, ഇനി ചെയ്യില്ല. ഇവര് സമാധാനമായി, ഇനി വലിയ അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പുറം തിരിയുമ്പോഴേക്കും അപകടം ചെയ്തിട്ട് പോകുള്ളൂ. അത് അങ്ങനെ നിർബന്ധക്കാരൻ അദ്ദേഹം. അപ്പോൾ കൈവന്നു പൊൻപാത്രം ഒരാൾ കിടക്കും മറ്റോരറിഞ്ഞങ്ങനെ വാങ്ങി പോലും. കൈവന്നു പൊൻപാത്രം ഒരാൾക്ക് ഇടയ്ക്ക് മറ്റോരറിഞ്ഞങ്ങനെ വാങ്ങി പോലും. പൊന്നിൻ കുടം കിട്ടും അതൊന്നുറപ്പ് വന്നേടിൽ മൺചട്ടിയുടയ്ക്കുമാരും. എന്താ പറഞ്ഞത്? കൈവന്നു പൊൻപാത്രം ഒരാൾക്ക് ഇടയ്ക്ക് മറ്റോരറിഞ്ഞങ്ങനെ വാങ്ങി പോലും. പൊന്നിൻകുടൻ കിട്ടും അതൊന്നുറപ്പ് വന്നീടിൽ മൺചട്ടിയുടയ്ക്കുമാരും. അതായത് ഭഗവാൻ ഓരോ വീട്ടിൽ പോയിട്ടും മൺപാത്രങ്ങൾ ഉടയ്ക്കും. അപ്പോൾ ഗോപീജനങ്ങൾ പോയിട്ട് യശോദമ്മയോട് പറയും, കുട്ടി വീട്ടിലെ മൺപാത്രം ഒന്ന് ഉടച്ചു, സാരില്ലതാ ഇത് ഒരു വെള്ളിപ്പാത്രം കൊണ്ടുപോയിക്കോളൂ. ആദ്യം ഓടാ കൊടുക്കുക, അത് ഞെളിക്കും, വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും, ഞെളിഞ്ഞിട്ടുണ്ടാവും. കൊണ്ടുവന്നു ഒരു വെള്ളിപ്പാത്രം കൊടുക്കും, ആദ്യം എറിഞ്ഞ് ഉടച്ചു, അല്ലെങ്കിൽ ഓട്ടയ്ക്ക്. ഇതാ യശോദമ്മേ, ആ പാത്രം ഇതാ ഒരു സ്വർണ്ണപാത്രം. ഇത് ഭഗവാൻ അറിയാം. അപ്പോൾ ഭഗവാൻ ആവശ്യം എല്ലാവർക്കും സ്വർണ്ണപാത്രം കൊടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യശോദമ്മയ്ക്കും എൻ്റേതെന്നും എനിക്കെന്നുള്ളതും ഉണ്ടാവില്ല. ഇവർക്കാണെന്നുണ്ടെങ്കിലോ സ്വർണ്ണപാത്രം വാങ്ങാൻ കഴിവില്ല. എൻ്റെ കൗശലം കൊണ്ട് നിങ്ങൾക്ക് സ്വർണ്ണപാത്രം കിട്ടിയില്ലേ? ഇതാണ് ഭഗവാന്റെ ഉള്ളിൻ്റെ ഇരിപ്പ്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഭഗവാൻ നമ്മളിൽ നിന്ന് ഉള്ളവരിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവൻ എത്തിക്കുമ്പോൾ അതിന് നമ്മൾ സന്തോഷിക്കുക വേണ്ടത്. അപ്പോൾ ഉള്ളവൻ എന്ത് ചെയ്യണം? സ്വബോധത്തോടുകൂടി തൻ്റെ ഐശ്വര്യത്തിനെ ഐശ്വര്യമില്ലാത്തവർക്ക് എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാവിധമായ ശ്രേയസ്സും ശാന്തിയും സമാധാനവും ഉറപ്പിക്കാം. ഒരു എക്സാമ്പിൾ, നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ അടുത്ത സിസ്റ്റം എന്താ സിസ്റ്റം? അവിടെ എല്ലാവരും പെയ്ഡ് സ്റ്റാഫാണ്, ഒരു ട്രസ്റ്റാണത്. അതിലത്തെ ലാഭവിഹിതം ഇത്ര ശതമാനം സാധുക്കൾക്ക് ഫ്രീ ചികിത്സയാണ്. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഒരാൾ എത്രയോ വലുതായാലും അയാൾ മാത്രം ലക്ഷങ്ങൾ വാങ്ങുക, ബാക്കി ജോലിയുള്ളവർക്ക് ഒന്നും അങ്ങനെ പാടില്ല. എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി എല്ലാറ്റിലും വേണം. അതേമാതിരി ടാറ്റാസ് അവരുടെ പേരിങ്ങനെ നിലനിൽക്കാൻ എന്താ കാരണം? കിട്ടുന്ന ലാഭത്തിൻ്റെ നല്ലൊരു ശതമാനം ആസ്പത്രികളായിട്ടും ആതുര സേവനങ്ങളായിട്ടും അവർ വയ്ക്കുകയാണ്. ഇതിനാരെ പുറപ്പെടുന്നില്ല, അവർക്കൊക്കെ ദുർഗതിയാണ്. അപ്പോൾ ഭാഗവതം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഉൾപ്പിരിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവണം. അപ്പോൾ വരണോ, കൈവന്നു പൊൻപാത്രം, അത് പറഞ്ഞു, വന്നീടിൽ മൺചട്ടിയുടയ്ക്കുമാരും മറ്റെങ്ങമോർത്തേടിലിവർക്കു മഞ്ഞിലുണ്ടാവുകില്ലേതുമൊരാവലാതി. മറ്റെങ്ങും ഓർത്തിയിടിൽ ഇവർക്ക് മഞ്ഞിലുണ്ടാവുകില്ല ഏതും ഒരാവലാതി. അമ്മട്ടു ചെയ്താനതു വേണ്ടതിക്കിൽ അണഞ്ഞു മിന്നാൻ കരുണാഭയോതി. എല്ലാവർക്കും പല പല പ്രശ്നങ്ങളും കൊടുത്ത് താൻ കാരണം വന്നിട്ടുള്ള പ്രശ്നങ്ങളെ യശോദമ്മയും ഗോകുലനാഥനായിരിക്കുന്ന നോവരും എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുത്. ആ ദുഃഖം ഇല്ലായ്മ ചെയ്യാൻ ഞാൻ നിങ്ങളെ ആനന്ദിപ്പിക്കത്തക്ക വിധത്തിൽ എൻ്റെ കയ്യിലുള്ള വൈഭവങ്ങൾ ഞാൻ നിങ്ങൾക്കിതാ തരുന്നു, പിടിച്ചോളൂ. ഇങ്ങനെ ഭഗവാൻ ലീലാവിനോദം ആടിക്കൊണ്ടാണ് ആ 33-ാം സർഗം അവിടെ അവസാനിപ്പിക്കുന്നത്. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ത്രയത്രിംശ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് എന്നുള്ളവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.